Hello guys, once again welcome back to my channel Ali's Vlog. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നിലമേലുള്ള യൂസർ കാർ പാർക്ക് ആൻഡ് സെയിൽ ഷോറൂമിലാണ്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പഴയ വീഡിയോ ആണ്. ഇതിപ്പം ഈ ഷോറൂം സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്താണ്. നിലമേൽ ശബരീരി സ്കൂളിന് ഓപ്പോസിറ്റായിട്ട്. അപ്പം ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ആദ്യമത്തെ വീഡിയോ, അതായത് ഫസ്റ്റ് ഞാൻ ഈ ഷോറൂമിനെ പറ്റി പോസ്റ്റ് ചെയ്ത വീഡിയോ പിന്നെ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണാത്തവർക്കായി ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാതെ കാണുക. അപ്പം ഇന്ന് ഇവിടെ ഒരുപാട് പുതിയ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി നമ്മൾ പുതിയ വാഹനങ്ങളെന്ന് പറഞ്ഞാലും യൂസ്ഡ് കാറാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്ലീൻ വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ആദ്യമത്തെ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം, നിങ്ങളത് കണ്ടതുമാണ്. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ കാറുകളാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ചറിയാം, കണ്ടറിയാം. സുധീർ ഖാൻ, നമസ്കാരം. എങ്ങനെയുണ്ട്? അറിയാലോ, സെക്കൻഡ് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. നല്ല റീച്ച് ആണ്. ഇപ്പം സത്യം പറഞ്ഞാൽ വാഹനങ്ങൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഈ കൊറോണ നമ്മള് ഇന്നലെ ഞാൻ നോക്കിയ സെയിലുണ്ടായിരുന്നു. ഇപ്പം ഈ കൊറോണ തൊട്ട് എല്ലാം സെയിലുണ്ടായിരുന്നു. 1 തീയതി തൊട്ടല്ലേ? ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ ഇപ്പൊ കിടക്കുന്ന വാഹനങ്ങളുടെ നമുക്ക് നോക്കാൻ അറിയാലോ. അതെ അതെ. ഓക്കെ. ഇത് 2018-19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 18-19. ZLX ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000. അതെ. നമ്മൾ അങ്ങനെയുള്ള വണ്ടി കൊടുക്കുകയും ചെയ്യും. 100%. അതിപ്പോ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അറിയാമായിരിക്കും. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയായിരുന്നു. അധികം കിലോമീറ്ററും ഓടിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പ്രത്യേകത. അതെ. പിന്നെ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 13,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറ്, പിന്നെ മേളിൽ കാരിയർ, ഇതെല്ലാം ചെയ്തേക്കാണ്. ഒരു 10,000-70,000 രൂപയുടെ ഫിറ്റിങ്സ് മാത്രം ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ വിലയെന്ന് പറയുമ്പോഴത്തേക്ക് 880 ആണ്. നമ്മൾ 880 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഇത് 2017 വണ്ടിയാണ്. 2017. ഓക്കെ. 18,661 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. ZXi ആണ്. ZXi പ്ലസ് ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ ഫ്രണ്ട് സ്കെഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് പിന്നെ ബമ്പർ കാർഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ലെതർ സീറ്റ്, റിവേഴ്സ് ക്യാമറ, സെൻസർ, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ടല്ലേ? ഓക്കേ. ഏത് എമൗണ്ട് വരുന്നത്? എമൗണ്ട് അത് കമ്പനിയിൽ നിന്ന് വരുന്നത് തന്നെ. പിന്നെ ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന എമൗണ്ട്, നമ്മളെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 8,10,000 രൂപയാണ് നമ്മളെ വില. 8-10 നെഗോഷ്യബിൾ. എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം ജെന്യുവൻ കസ്റ്റമർ ആണെങ്കിൽ
ഈ വണ്ടിയാണെങ്കിൽ 2019 വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. 6346 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 എയർ ബാഗ്, ABS എല്ലാം ഉള്ള വണ്ടിയാണ്. 2 ABS. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോഴത്തേക്ക് 5,20,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. വേറെ ഫിറ്റിങ്സ് ഒന്നുമില്ല, വന്ന പോലെ കിടക്കുവാണ്, പുത്തൻ എടുക്കുന്ന പോലെ. അതാണ്. ഇത് 2018 മോഡൽ വണ്ടിയാണ്, LXI ആണ്. 21,119 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ആൾട്ടോ 800 LXI സിംഗിൾ ഓണറാണ്. എത്ര കിലോമീറ്റർ ഓടി? 21,119 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതപ്പം എങ്ങനെ റേറ്റ് കാര്യങ്ങൾ? ഇതാകുമ്പോൾ 3 ലക്ഷം രൂപയാണ്. നമ്മൾ ഫസ്റ്റ് ഓണറാണോ? ഫസ്റ്റ് ഓണറാണ്. 3 ലക്ഷം അല്ലേ? 3 ലക്ഷം രൂപ. ഇതൊക്കെ എല്ലാത്തിനും നമ്മുടെ പഴയതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇത് ഏതാണ്ട് 2,80,000 രൂപ ഫിനാൻസ് കിട്ടും. 2,80,000 എല്ലാ വണ്ടിക്കും 90% കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വീണ്ടും വരികയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ പുതിയ മോഡൽസ്, വീണ്ടും പുതിയ മോഡൽ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് അതിനെക്കുറിച്ചും കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഇത് 2014 വണ്ടിയാണ്. 2014 VXI ആണ്. 74,000 കിലോമീറ്റർ, സിംഗിൾ ഓണറാണ്. പിന്നെ എല്ലാ സീറ്റ് കവർ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. വാഗണർ. എത്ര കിലോമീറ്റർ ഓടി? 74,000 അല്ലേ? ഇത് ഫസ്റ്റ് ഓണറാണോ? ഫസ്റ്റ് ഓണർ. ഇതപ്പം നമുക്ക് ഈ ഇത് വരുമ്പോ ഫിനാൻസ് വരുമ്പോ എങ്ങനെ, എത്ര? ഫിനാൻസ് നമുക്ക് 2,70 വരെ ചെയ്യാം. 2,70 വരെ. വണ്ടി വില എന്ന് പറയുന്നത് 3,20 അല്ലേ? ഇത് വാഗണറാണ്. 2016 വണ്ടിയാണ്. 45,404 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. LXI ആണ് വണ്ടി. പിന്നെ സീറ്റ് കവർ ബാക്കി എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഇത് എത്ര എമൗണ്ട് നമ്മൾ പറയുന്നത്? ഇതാകുമ്പോൾ നമ്മൾ 3,500 രൂപയാണ്. 3,500. ഫിനാൻസ് എന്ന് പറയുന്നത്? ഫിനാൻസ് 3 രൂപ ഫിനാൻസ് കിട്ടും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഫിനാൻസ് കിട്ടാൻ പാടാണോ അതോ എങ്ങനെ? ഇല്ല, ഒരു പാടുമില്ല. നമുക്കുള്ളത് നമുക്കിവിടെ സ്ഥിരം ചെയ്യുന്ന ഇതുണ്ട്. 2-3 കമ്പനിക്കാരുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കണം. എല്ലാം നമ്മൾ പിന്നെ 100% ആയ വണ്ടി മാത്രമേ നമ്മൾ കൊടുക്കുകയും ചെയ്യൂ. അതുമല്ല ആക്സിഡന്റോ അല്ല വേറുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി എടുക്കും. അതിപ്പോ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഷോറൂം നമ്മൾ ഹിസ്റ്ററി എടുക്കും. അതിന്റെ ഹിസ്റ്ററി കൊടുക്കും. പിന്നെ കമ്പനി ആണ് മൊത്തം സർവീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കും. അതായത് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടോ? എല്ലാം കമ്പനി സർവീസ് ആണെങ്കിലേ നമ്മൾ എടുക്കത്തുള്ളൂ.
ഇത് 2016 വാഗണറാണ്. 2016 LXI ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. നീറ്റ് വണ്ടിയാണ്. 2 പവർ വിൻഡോ ഉള്ള ഫ്രണ്ടിൽ, ബാക്ക് പവർ വിൻഡോ അല്ല, സാധാ. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? 71,000 കിലോമീറ്റർ. 71,000 കിലോമീറ്റർ. ഓക്കെ. ഇത് ഫസ്റ്റ് ഓണറാണോ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിപ്പം എമൗണ്ട് വരുന്ന 340 നമ്മളെ വില. 3,40,000. ഇതിപ്പോൾ ഫിനാൻസ് വരുമ്പോൾ? ഫിനാൻസ് വരുമ്പോഴത്തേക്ക് 3 ലക്ഷം രൂപ വരെ ഫിനാൻസ്. 3 ലക്ഷം വരെ കിട്ടും അല്ലേ? അപ്പം നമുക്ക് ആ ഒരു ഡൗൺ പേയ്മെന്റ്, അതായത് 40 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുക്കാം. അത് ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്കിത് കംപ്ലീറ്റ് ആവും? 5 ദിവസം. 5 ദിവസത്തിനുള്ളിൽ നമുക്ക് വാഹനം ഇതാവും. അതായത് ലോണെല്ലാം പാസ്സായിട്ട്. ഓക്കെ. ഇത് 2016 ഇർട്ടിഗയാണ്. ZD ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിൻ്റെ സിംഗിൾ ഓണറാണ്. എല്ലാം കമ്പനി സർവീസാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ? 28,983 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 28,983 കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. എല്ലാം കമ്പനി സർവീസ് ചെയ്തത്. ഇതിപ്പോൾ എങ്ങനെ? ഇതാകുമ്പോഴത്തേക്ക് നമ്മളെ വിലയെന്ന് പറയുമ്പോഴത്തേക്ക് 760 പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണല്ലേ? എല്ലാ വാഹനങ്ങളും പിന്നെ ഇതിപ്പം അതായത് ഇപ്പം എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. ഈ മോഡൽ ഒന്നുകൂടെ പറയാമോ? 2016. ഓക്കെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളിപ്പം മൊത്തം ചെക്ക് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ആ ഒരു ലെവലിലുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ അല്ലേ? 2015 താഴോട്ട് 15, 13, 14 വണ്ടികളാണ്. അതെ. ഇത് 2016 അൾട്ടോ 800 അൾട്ടോ LXI ആണ്. സിംഗിൾ ഓണറാണ്. 20,885 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വളരെ കുറവാണ്. വളരെ കുറവ്. എല്ലാ വണ്ടിയും നമ്മളെ എല്ലാ വണ്ടിയും അതൊക്കെ തന്നെ. അത്രയും എല്ലാ ഹിസ്റ്ററി ഉള്ള വണ്ടി മാത്രമേ നമ്മൾ എടുക്കൂ. കമ്പനി സർവീസ് ആണെങ്കിലും എടുക്കൂ. പിന്നെ ഒരു ഗ്ലാസോ ഡോറോ ബോണറ്റോ ഇതൊന്നും മാറിയതൊന്നും എടുക്കില്ല. അത് 100% ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കൂ. അത് അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 100% എനിക്കറിയാമല്ലോ. ആൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവിടുന്ന് വാഹനങ്ങൾ എടുത്തോണ്ട് പോയവർ തന്നെ നല്ല അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ആ വീഡിയോ കണ്ടുവന്ന് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് അത്രയും ക്വാളിറ്റി ആയിട്ടേ നമ്മൾ കൊടുക്കും. ഒറ്റ വണ്ടി ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഉള്ളത് നമ്മൾ എടുക്കില്ല. നമുക്ക് ആ ലാഭവും വേണ്ട, ആ ബിസിനസ്സും വേണ്ട. പിന്നെ ഇതെന്ന് പറയുമ്പോൾ സീറ്റ് കവർ, ബാക്ക് സ്പോയിലർ, ഫ്രണ്ട് ക്രോമോ,
ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് എത്ര എമൗണ്ട് വരുന്നത്? ഇതാകുമ്പോൾ 3 ലക്ഷം രൂപയാണ് നമ്മൾ. 3 രൂപ. അതപ്പം നമ്മൾ ഫിനാൻസ് വരുമ്പോഴത്തേക്ക് എത്ര? ഏതാണ്ട് 2.25 ലക്ഷം രൂപ. 2.25 വരെ കിട്ടുമല്ലേ? ഓക്കെ. അപ്പോൾ 2.25 ലക്ഷം. അപ്പോൾ ആ ഒരു ഫിനാൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മാസം അടവ് ഏകദേശം എത്ര ആയിരിക്കും വരുന്നത്? മാസം വരുന്നത് 2.25 നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ ഒരു 7,500 വീതം മാസം വരും, അടവ് വരും. ഓക്കെ. അപ്പം മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്തതിനകത്ത് അടിയിൽ കമന്റ്, അതായത് കിലോമീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെ ഓരോരുത്തർ കമന്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അതിന് സുധീർക്കൊക്കെ പറയാനുള്ളത്? അത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കിലോമീറ്ററോ കാര്യങ്ങളോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. എല്ലാം കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി നമ്മൾ എടുക്കൂ, നമ്മൾ പർച്ചേസ് ചെയ്യൂ. പിന്നെ ഡോറോ ഗ്ലാസോ ബോണറ്റോ മാറിയതൊന്നും എടുക്കില്ല. ഇവിടെ നമ്മളെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിലമേലാണ്. ഈ നിലമേൽ ഷോപ്പ് നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെയും പിന്നെ ജെന്യൂനായിട്ടുള്ള സാധനം മാത്രമേ നമ്മൾ കൊടുക്കും. അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളിവിടെ സഹകരിച്ചതും നമ്മൾ കൊടുത്തിട്ടുള്ളതും ഒക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും. അത്ര ഗ്യാരണ്ടി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ അവർക്ക് അങ്ങനെ അത്ര ഭയങ്കര ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഷോറൂം ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സർവീസ് അത് ഇപ്പം ഇത് 2016 വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം 2020 ആ 4 വർഷം ഈ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ കഴിയും. ഇതിൽ വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഉള്ളതേ നമ്മൾ എടുക്കും, അത്ര ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ കാണുന്നവരുടെ എനിക്ക് പറയാനുള്ളത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇടാനുള്ളൊരു പ്രോത്സാഹനം എന്നുള്ള രീതിക്ക് വരത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഈ സ്ഥാപനം സ്ഥിതി എന്ന് പറയുന്നത് നിലമേൽ ശബരിഗിരി സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പിന്നെ ഈ യൂസ്ഡ് കാർ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഇനിയും ഇതേപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ